തൃശൂർ പൂരം ഇല്ലാതാക്കണമെന്ന ചിന്ത തുടങ്ങിയത് ഇന്നലെയോ അല്ല. വർഷങ്ങളായി നടക്കുന്ന ഒരു ഗൂഢാലോചനയാണത്. പൂരം അലങ്കോലമായപ്പോൾ രണ്ട് വ്യക്തികളുടെ അസാന്നിധ്യം ഉണ്ടായി. അത് ഇപ്പോൾ ചർച്ചയാവുകയാണ്. ദേവസ്വം മന്ത്രി രാധാകൃഷ്ണനും പൂരത്തിന്റെ ചാർജുള്ള മന്ത്രി രാജനും സ്ഥലം എംഎൽഎയും എംപിയും എത്തിയില്ല. ആസൂത്രിതമായ ഗൂഢാലോചന പൂരം അലങ്കോലപ്പെടുത്തിയതിന് പിന്നിലുണ്ട് എന്നതിന് ഇതിൽ കൂടുതൽ എന്ത് തെളിവ് വേണം? തൃശൂർ പൂരം ഇല്ലാതാക്കാൻ വർഷങ്ങളായി നടക്കുന്ന ഗൂഢാലോചനയുടെ ഭാഗമാണ് പോലീസ് അതിക്രമം എന്ന നിലയിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക്. പൂരം തകർക്കാനുള്ള ഹിഡൻ അജണ്ടയാണ് ഇടത് സർക്കാരിൻ്റെത്. അതിന്റെ ഭാഗമായാണ് പോലീസിനെ കയറൂരി വിട്ടതും ലാത്തി ചാർജ് നടത്തിച്ചതും. വർഷങ്ങളായി ആന, കരിമരുന്ന്, ആൾക്കൂട്ടം തുടങ്ങിയ അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കി പൂരത്തെ തകർക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. തിരുവമ്പാടിയുടെ കുത്തുവിളക്കെടുക്കുന്ന ആൾക്ക് വരെ പോലീസിന്റെ അടികിട്ടി. 200 കൊല്ലം മുൻപ് കൊച്ചി രാജാവായിരുന്ന ശക്തൻ തമ്പുരാൻ തുടങ്ങിവെച്ച തൃശൂർ പൂരം 100% ഹൈന്ദവം മാത്രമാണ്. എന്നിട്ടും ഇക്കുറി 100% ഹൈന്ദവമായ പൂരാഘോഷത്തിനിടെ രാംലല്ലയും അയോധ്യ ക്ഷേത്രത്തെ കാണിച്ചപ്പോൾ പലർക്കും അമിട്ടുപോലെ കുരു പൊട്ടിത്തെറിക്കുകയാണ്. 100% ഹൈന്ദവമായിട്ടുള്ള തൃശൂർ പൂരത്തിലെ പ്രധാന ചടങ്ങുകളിൽ ഒന്നായ കുടമാറ്റത്തിൽ ഹൈന്ദവ ദേവീ ദേവന്മാരെ കാണിക്കുമ്പോൾ ആർക്കൊക്കെയോ സഹിക്കാൻ പറ്റാതാകുന്നു. അത് ആർക്കൊക്കെയാണ് എന്നതാണ് ഇവിടെ നമ്മൾ ഓരോ ഹിന്ദുക്കളും ശ്രദ്ധിക്കേണ്ടത്. അത് ആർക്കൊക്കെയാണ് എന്നതാണ് ശ്രദ്ധിക്കേണ്ട ഘടകം. ഹൈന്ദവ ആരാധനാമൂർത്തിയായ ഭഗവാൻ ശ്രീരാമചന്ദ്രനെ പ്രദർശിപ്പിച്ചതിനെതിരെ ഇസ്ലാമിക മതഭ്രാന്തന്മാരും ജിഹാദിവൽക്കരിക്കപ്പെട്ട ഇടതുപക്ഷക്കാരും രംഗത്ത് വന്നിരിക്കുകയാണ് എന്ന് പൊതുസമൂഹം മനസ്സിലാക്കുന്നു. പൂരം അലങ്കോലമാക്കിയത് ബോധപൂർവം എന്ന ആരോപണം ശരിവെക്കുന്നത് തന്നെയാണ് പൊതുസമൂഹത്തിൽ നിന്നും വരുന്ന പ്രതികരണം. കുടമാറ്റത്തിന് പാറമേക്കാവ്, തിരുവമ്പാടി ദേവസ്വങ്ങൾ അയോധ്യയിലെ ബാലകരാമന്റെ മാതൃകയിലുള്ള കുടകൾ ഉയർത്തിയതാണ് പലർക്കും ദഹിക്കാതെ പോയത്. ഉണ്ണിക്കണ്ണനും അനന്തശയനവും അയോധ്യയിലെ ബാലകരാമനുമെല്ലാമായി വൈവിധ്യത്തിന്റെ പുതിയ തലം തീർത്ത് തിരുവമ്പാടി ആവേശം കൂട്ടിയപ്പോൾ നിലക്കുടകളുമായി പാറമേക്കാവും കാഴ്ചക്കാരെ കയ്യിലെടുത്തു. അയോധ്യയിലെ ബാലകരാമന്റെ മാതൃകയിലുള്ള കുടകൾ ഇരുവിഭാഗങ്ങളും ഉയർത്തി. തിരുവമ്പാടി രാമക്ഷേത്രത്തിന്റെ മാതൃക ഉയർത്തിയത് കാഴ്ചക്കാരിൽ ആവേശമായി. ക്ഷേത്രോത്സവത്തിന് ഹൈന്ദവ ആരാധനാ മൂർത്തികൾക്ക് പകരം കമ്മ്യൂണിസ്റ്റ്, ജിഹാദി, നരാധമ ആൾദൈവങ്ങളായ മാർസ്, ലെനിൻ, സ്റ്റാലിൻ, മാവോ, ചെഗുവേര, വാര്യംകുന്നൻ, ടിപ്പു സുൽത്താൻ, ഔറംഗസീബ്, മദനി തുടങ്ങിയവരുടെ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കണമോ എന്ന തരത്തിൽ മറുചോദ്യങ്ങളും ഉയരുന്നുണ്ട്. പൂരത്തിന്റെ മുഖ്യ പങ്കാളിത്തം തിരുവമ്പാടി, പാറമേക്കാവ് ക്ഷേത്രങ്ങൾക്കാണ്, അല്ലാതെ മതേതര ഇടങ്ങളിൽ ഒന്നും തന്നെയല്ല. തിരുവമ്പാടി, പാറമേക്കാവ് ക്ഷേത്രങ്ങളിലെ ഭഗവതിമാരാണ് തൃശൂർ പൂരത്തിൽ പങ്കെടുക്കുന്നതായി സങ്കല്പിക്കപ്പെടുന്നത്. ഹിന്ദു മതസ്വാതന്ത്ര്യ ധ്വംസനം നടത്തുന്ന ഇടതുപക്ഷ ഭരണകൂട ഭീകരതയാണ് തൃശൂരിൽ നടന്നത് എന്നതിൽ തർക്കമില്ല. തൃശൂർ മാതൃക പിന്തുടർന്നും ഭരണകൂടത്തിന്റെ സുഗ്രീവാജ്ഞകൾ അംഗീകരിച്ചും ഇനി മുതൽ ക്ഷേത്രോത്സവങ്ങളിൽ വെടിക്കെട്ടുകൾ പകൽ സമയത്താക്കും. ക്ഷേത്രനടയിൽ ഇപ്പോൾ ഇഫ്താർ പാർട്ടികളും ക്രിസ്തുമസ് ആഘോഷങ്ങളും മദ്യമാംസ സൽക്കാരങ്ങളും ക്യാബറേ ഡാൻസും ക്ഷേത്രമൈക്കിലൂടെ ബാങ്കുവിളിയും ഉയരും തുടങ്ങിയ അഭിപ്രായങ്ങളും വരികയാണ്. പൂരം നടത്തിക്കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നതെന്നും പൂരം നിലച്ചു കാണണമെന്നും ആഗ്രഹിക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ട് എന്നുമുള്ള തിരുവമ്പാടി ദേവസ്വം പ്രസിഡന്റ് സുന്ദരമേനോന്റെ വാക്കുകൾ തള്ളിക്കളയാനുള്ളതല്ല. ആരാണ് ആ വ്യക്തികൾ എന്ന് അറിയുക തന്നെ വേണം. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.